ഹലോ! ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ്. കാരണം ഞാനെടുത്ത കുറേ വീഡിയോസ് മിസ്സായിപ്പോയി. ഇന്ന് വിഷുവൊക്കെ ആയതുകൊണ്ട് നേരത്തെ എണീറ്റു. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എണീറ്റ് തലേദിവസം കണിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ വിളക്ക് കത്തിക്കാനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അനിയനെയും അനിയത്തിനെയും അമ്മേനെയും ഒക്കെ വിളിച്ച് കണി കാണിച്ചു. മോനും കണി കണ്ടു കേട്ടോ. പക്ഷെ അവനൊരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കേ എണീറ്റുള്ളൂ. നല്ല രസമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കണി ഒരുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. നല്ല സ്മെല്ലും പിന്നെ ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും. കണ്ണെടുക്കാൻ തോന്നില്ല. അത്ര അടിപൊളിയായിരുന്നു കണി കാണുന്നത്. പിന്നെ ഞങ്ങൾ മെല്ലെ മുറ്റത്തേക്കൊക്കെ ഇറങ്ങി പൂത്തിരിയൊക്കെ കത്തിച്ച് ഇങ്ങനെ നിന്നു. ശബ്ദകോലാഹലം ഒന്നും ഉണ്ടാക്കിയില്ല. മോൻ നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് പടക്കവും മേശപ്പൂവും ഒക്കെ എടുത്ത് മാറ്റി വെച്ചു വൈകുന്നേരത്തേക്ക് വേണ്ടി. ഞങ്ങളിങ്ങനെ ശബ്ദങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ എല്ലാവരും കിടന്നു കേട്ടോ. പോയിട്ട് നല്ല ഉറക്കമായിരുന്നു അനിയനൊക്കെ. പിന്നെ അവൻ 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് വന്നു. പിന്നെ മോനെ എണീറ്റു. കുറച്ച് നേരം അവൻ്റെ കൂടെ ഇരുന്നു. അവനെ ഉറക്കി. ഇത് നാട്ടുമാങ്ങയാണ് കേട്ടോ. മാമ്പഴ പുളിശ്ശേരിക്കൊക്കെ അടിപൊളിയാണ്. മുട്ടിക്കുടി എന്നും പറയും. ഞങ്ങൾ ഇപ്രാവശ്യം മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കിയത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പുട്ടും പഴവും. നമ്മൾ വിഷുക്കട്ടയാണ് ഉണ്ടാക്കാറ്. ഇപ്രാവശ്യം ഇങ്ങനെ ആയിപ്പോയി. പിന്നെ ഉച്ചയ്ക്ക് സദ്യ ഉണ്ടാക്കുന്ന വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം മിസ്സായിപ്പോയി. ഇപ്രാവശ്യം കുട്ടി സദ്യയാണ്. അധികം വിഭവങ്ങളൊന്നുമില്ല. മുന്നേന്ന് പറയുമ്പോൾ ഇല നിറഞ്ഞിരിക്കും. അത്രയും സാധനങ്ങളുണ്ടാവും. ചോറ് കുറച്ചിട്ടാൽ മതിയാവും. പെട്ടെന്ന് വയറ് നിറഞ്ഞു. പിന്നെ സേമിയ പായസമാണ് വെച്ചത്. അതും കഴിച്ചു. പിന്നെ കുറച്ചു നേരം പോയി കിടന്ന് ഉറങ്ങി മോൻ്റെ കൂടെ. പിന്നെ ഫാമിലിയായിട്ട് കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചു. ഹസ്സിൻ്റെ വീട്ടിൽ പോയി. വൈകുന്നേരം ആയപ്പോഴത്തേക്കും പിന്നെ മോനൊക്കെ എണീറ്റ കാരണം പിന്നെ പടക്കവും വിഷപ്പവും ഒക്കെ കത്തിച്ചു. അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ ശബ്ദം. നമ്മൾ രാത്രി വരെ ഭയങ്കര ആഘോഷമായിരുന്നു. അങ്ങനെ ഈ വർഷത്തെ വിഷു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ചച്ചാ ബൈ. പിന്നെ കാണാം.